ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മീലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും നോക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ആ മീലിൽ നിന്ന് അല്ലെങ്കിൽ ആ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് നമുക്ക് ഒരു പരമാവധി ഒരു 300-400 കാലറി അതിനകത്ത് പരിമിതപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു 30 ഗ്രാം പ്രോട്ടീൻ എങ്കിലും മിനിമം ഉണ്ടാകുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു 15 ഗ്രാം ഫൈബർ എങ്കിലും അതിലുണ്ടാകണം. ഞാൻ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഹാർമണി സ്മൂത്തി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒന്നാണ്. കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് നട്ട്സ്, കുറച്ച് സീഡ്സ്, പ്രോട്ടീൻ്റെ അളവ് 30 ഗ്രാം എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 20-25 ഗ്രാമിൻ്റെ പ്രോട്ടീൻ, നല്ലൊരു പ്ലാന്റ് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്. രണ്ടാമത്തെ എല്ലാ സ്റ്റാൻഡേർഡ്സും മീറ്റ് ചെയ്യുന്ന മറ്റൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് ഇത്. ഓംലെറ്റ് ആണ്, പക്ഷേ ഞാനിതിനെ വിളിക്കുന്നത് എഗ് പിസ്സ എന്നാണ്. ഒരു 2-3 എഗ്സ്, 2-3 നല്ല ഓർഗാനിക് ആയിട്ടുള്ള കൺട്രി എഗ്സ്, നാടൻ മുട്ട, അതിനോടൊപ്പം കുറേ വെജിറ്റബിൾസ്, കോക്കനട്ട്, നട്ട്സ്, സീഡ്സ്, ഗ്രീൻ ചില്ലി. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 3 മുട്ട അല്ലെങ്കിൽ 3 മുട്ടകളുണ്ട് ഒരു 16-18 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. കോക്കനട്ട് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അതിനോടൊപ്പം തന്നെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട്, നട്ട്സ് ഉണ്ട്, സീഡ്സ് ഉണ്ട്. മേ ബി ഒരു 20-25 ഗ്രാം ഉണ്ടാവും. മേ ബി ഇതിൻ്റെ കൂടെ ഒരു പ്ലാന്റ് പ്രോട്ടീൻ ഡ്രിങ്കും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 30 ഗ്രാം ഹീറ്റ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് ഇതൊരു ഓട്ട് മീലാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള സ്റ്റീൽ കട്ട് റോൾഡ് ഓട്സ് ആണ്. അതിൻ്റെ കൂടെ നട്ട്സ്, സീഡ്സ്, വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോട്ടീൻ പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. സോ ദാറ്റ് നമ്മുടെ ടാർഗറ്റ് 30 ഗ്രാം ആണ്. നല്ല വാമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു 30 ഗ്രാം പ്രോട്ടീൻ, ഒരു ഡെഫിനറ്റ്ലി 15-20 ഗ്രാം ഫൈബർ അടങ്ങുന്ന ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് ഓട്ട് മീൽ. ഇത് ഒരു മില്ലറ്റ് ഉപ്മാവാണെന്ന് പറയാം, അല്ലെങ്കിൽ വേണമെങ്കിൽ മില്ലറ്റ് കിച്ചടി എന്ന് പറയാം. ഏത് മില്ലറ്റ്സ് ഉപയോഗിക്കാൻ സാധിക്കും. നല്ല മില്ലറ്റിൻ്റെ സമോലിന, അതായത് റവ കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കാം. അതിനോടൊപ്പം ക്യാരറ്റ് ഉപയോഗിക്കാം, ഒണിയൻ ഉപയോഗിക്കാം, ഗ്രീൻ ചില്ലി ഉപയോഗിക്കാം, ഉറുദാൽ ഉപയോഗിക്കാം. നമ്മൾ സാധാരണ ഉപ്മാവ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് രാവിലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേ ബി ഒരു 10 മിനിറ്റ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. മേ ബി ഇതിൻ്റെ കൂടെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് ഒരു 2-3 ബോയിൽഡ് എഗ്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ പൗഡർ സപ്ലിമെൻറ്റ്സ് ആഡ് ചെയ്യാം.